വിശുദ്ധ തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മതി, വളരെ നന്ദി. 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ പുസ്തകത്തിലെ ഏതൊരധ്യായങ്ങളിലെയും ആ പുസ്തകം ആകമാനമുള്ള സന്ദേശം ഒരൊറ്റ വാക്യത്തിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ്. യോഹന്നാൻ 3:16. അല്ല, മഹാദൈവം തൻ്റെ തിരുഹൃദയം മനുഷ്യ മുൻപാകെ തുറന്നു കാണിക്കുകയാണ് ആ വാക്യത്തിലൂടെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്നാണ് നമ്മുടെ മലയാള പരിഭാഷ. പക്ഷെ മറ്റു ഭാഷാന്തങ്ങളിൽ ലോകത്തെ സ്നേഹിച്ചെന്നല്ല, ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആ വാക്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. എന്നോട് ചേർന്ന അഭിമാനത്തോടെ കറിയർത്തി ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? ഈ രാത്രി ദൈവസ്നേഹത്തിന്റെ നാനാവശങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് തന്ന് എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് നിത്യസ്നേഹമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കി. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി എന്നോട് അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ദയ ഞാൻ നിനക്ക് ദീർഘമാക്കിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് നിത്യസ്നേഹമാണ്. നിത്യസ്നേഹം എന്ത് എന്ന് നാം അറിയണമെങ്കിൽ നിത്യത എന്തെന്നറിയണം. നിത്യത എന്ന് പറയുന്നത് ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമാണ്. ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമായ നിത്യതയെ പഠന സൗകര്യാർത്ഥം തിരുവെടുത്ത് 2ആയി തരം തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ നിത്യതയ്ക്ക് നമുക്ക് പൂർവകാല നിത്യത എന്ന് പേര് കൊടുക്കാം. രണ്ടാമത്തെ നിത്യതയ്ക്ക് നമുക്ക് വൻകാല നിത്യത എന്ന് പേര് കൊടുക്കാം. എന്താണ് പൂർവകാല നിത്യത? പൂർവകാല നിത്യതയ്ക്ക് ഒരാരംഭമില്ല, എന്നാൽ അതിനൊരവസാനമുണ്ട്. എന്താണ് വരുംകാല നിത്യത? വരുംകാല നിത്യതയ്ക്ക് അവസാനമില്ല, എന്നാൽ അതിനൊരാരംഭമുണ്ട്. ആരംഭമില്ലാത്തതും അവസാനമുള്ളതും അവസാനമില്ലാത്തതും ആരംഭമുള്ളതുമായ പൂർവകാല നിത്യതയ്ക്കും വരുംകാല നിത്യതയ്ക്കും ഇടയ്ക്കുള്ള പീരിയഡിന് പറയുന്ന പേരാണ് സമയം. ആ സമയത്തിന്റെ ആരംഭമാണ് ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ദൈവത്തിന്റെ ആദിയല്ല, സമയത്തിന്റെ ആദിയാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്തിന് മുമ്പുള്ള പീരിയഡിന് പറയുന്ന പേരാണ് അനാദി. അതുകൊണ്ട് ആ 90-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പാടുന്നത്, കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുമ്പ് അങ്ങ് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഇന്ന് രാത്രി ഒരു ചെറിയ കാര്യം ഞാൻ അവിടെ പറയുകയാണ്. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവം സ്വയംഭൂവായ ദൈവമല്ല. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ആരും ഉളവാക്കാതെ സ്വയം ഉളവായവനെന്ന. അങ്ങനെ സ്വയം ഉളവായവൻ എന്ന് വന്നാൽ ആ ദൈവത്തിനൊരാരംഭമുണ്ടെന്ന് വരും. ആരും ഉളവാക്കിയില്ലെന്നേ ഉള്ളൂ.
പക്ഷേ നമ്മുടെ ദൈവം സ്വയംഭൂവല്ല, പിന്നെ സ്വയം സ്ഥിതനായ ദൈവമാണ്. ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത സ്വയം സ്ഥിതനായ ദൈവത്തെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ ദൈവം അവസരം തന്നതിൽ ദൈവത്തിന് സ്തോത്രമെന്ന് ആത്മാർത്ഥമായി പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി സ്നേഹമാണെന്നാണ്. ജോസ്റ്റാൻ ഒരു വാരം പറയാൻ മറന്നുപോയി. ജോസ്റ്റാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോഴാണ്, പകലേ എന്നെ വിളിച്ചിരുന്നു, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സോറി ജോസ്റ്റാൻ, ഒരു വന്ദനം പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി സ്നേഹമാണെന്നാണ്. അനാദി സ്നേഹം നമുക്ക് ദൈവശാസ്ത്രപരമായി മനസ്സിലാകാൻ അല്പ പ്രയാസമുള്ളതുകൊണ്ട് ഞാനത് ഗ്രാമീണ ഭാഷയിൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഞങ്ങൾ മക്കൾ 4 പേരാണ് എൻ്റെ മാതാപിതാക്കൾക്കുള്ളത്. ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്ത മകൻ. പലപ്പോഴും ഞാൻ ചിന്തിക്കും, എന്നെ ആരാണ് ആദ്യം സ്നേഹിച്ചത്? മാനുഷികമായി അതിൻ്റെ മറുപടി എൻ്റെ അമ്മയാണെന്നാണ്. എൻ്റെ അമ്മ എപ്പോഴാണ് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ. എൻ്റെ അമ്മ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ മുഖമൊന്നും എൻ്റെ അമ്മ കണ്ടിട്ടില്ല. അന്നേ എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അതിൻ്റെ പ്രതിഫലനമല്ലേ? എന്തു സൂക്ഷിച്ച് അമ്മ ജീവിച്ചത്? അമ്മ ഛർദ്ദിച്ചതിന് കയ്യും കണക്കുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള എത്ര ആഹാരം അമ്മ മനസ്സോടെ വേണ്ടെന്ന് വെച്ചു. ഓരോ ചുവടും അമ്മ എത്ര ശ്രദ്ധിച്ചാ വെച്ചത്? എന്തു വേദന നിന്നാ എന്നെ പ്രസവിച്ചത്? അതെന്നോടുള്ള എൻ്റെ അമ്മയുടെ സ്നേഹമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എൻ്റെ മാതാപിതാക്കളുടെ മൂത്ത മകനായി മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് എൻ്റെ അപ്പനും അമ്മയും അവരുടെ മൂത്ത മകൻ എന്ന നിലയിൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ ഈ മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് എൻ്റെ വല്യപ്പനും വല്യമ്മയും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് 3 സഹോദരങ്ങളാണ്. അവർ ഉണ്ടായ ശേഷമാണ് അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാനൊരു സഭയിൽ ചെന്ന ശേഷമാണ് എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എൻ്റെ കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ വിവാഹം കഴിച്ച ശേഷമാണ് എൻ്റെ ഭാര്യ ബീന എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് 2 പെൺമക്കളാണ്. അവരുണ്ടായ ശേഷമാണ് അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്നാൽ സന്തോഷത്തോടെ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയും, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പൂർവികർ ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ല അതിനപ്പുറത്തേക്ക് ചെന്നാൽ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ ദൈവം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹമാണ് ഇന്ന് രാത്രി പുൽപ്പിറ്റിൽ നിൽക്കാൻ, ഈ കസാരയിൽ ഇരിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരം ലഭ്യമായതെന്നോർത്ത് പിശുക്കില്ലാതെ ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവരുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ സ്നേഹം നിത്യ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി സ്നേഹമാണ്. 2, ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണെന്ന് പറഞ്ഞാൽ അർത്ഥം അത് കാലേ കൂട്ടിയുള്ള സ്നേഹമാണ്. അങ്കമാലിക്കാർക്ക്, മുക്കന്നൂർക്കാർക്ക് കാലേക്കൂട്ടിയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആ പ്രയോഗം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇടുക്കി ജില്ലയിൽ കുമ്മളി ആറാമേൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാന് അങ്ങനെ ഒരു പേര് ആ സ്നേഹത്തിന് അങ്ങ് കൊടുക്കുകയാണ്, കാലേക്കൂട്ടിയുള്ള സ്നേഹം. എന്താ കാലേക്കൂട്ടിയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ? സ്നേഹിക്കപ്പെടാൻ എന്നിൽ യോഗ്യതകളൊന്നുമില്ലാതിരിക്കെ, എൻ്റെ അയോഗ്യതകൾ ഓർക്കാതെ ഏകപക്ഷീയമായി എന്നെ സ്നേഹിച്ച സ്നേഹമാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം.
രണ്ട് ഉദാഹരണങ്ങൾ തിരുവിടത്തിൽ നിന്ന് നിങ്ങളുടെ സവിശേഷ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് ചിന്തിക്കുക. വിശുദ്ധ യോഹന്നാൻ 11:5 വായിച്ചോളൂ. മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. മതി, വളരെ നന്ദി. യേശു മാർത്തയെയും അവളുടെ സഹോദരി അർത്ഥാൽ മറിയെയും 3 ലാസറിനെയും സ്നേഹിച്ചു. അവിടെ ഒരു കാര്യം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഒരാളെ സ്നേഹിക്കുന്നത് അവരുടെ ഏതെങ്കിലും യോഗ്യതയുടെയോ ഗുണഗണങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല. KJ തോമസ് എന്ന ഞാൻ പറയുകയാണ്, ദൈവത്തിന് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം വല്ലപ്പോഴെങ്കിലും ഞാൻ ഹൈറേഞ്ചിന്റെ ആ മലയിറങ്ങി മധ്യ തിരുവിതാംകൂറിലോ തെക്കൻ തിരുവിതാംകൂറിലോ മലബാറിലോ ഒക്കെ പോയി കർത്താവിനെ പ്രസംഗിക്കുന്നു, അല്പമൊക്കെ ഉറക്കളയ്ക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം ഔദാര്യമല്ല, എനിക്ക് അർഹതപ്പെട്ടത് ലഭ്യമായെന്നു വരും. അങ്ങനെ എനിക്ക് അർഹതപ്പെട്ടത് ലഭ്യമാകുന്നതല്ല ദൈവത്തിന്റെ സ്നേഹം. അങ്ങനെ എൻ്റെ ഏതെങ്കിലും ഒരു യോഗ്യത കൊണ്ടല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത്. പുതിയ നിയമ വിശ്വാസിക്ക് അങ്ങനെ ഒരു പദം പറയാൻ അനുവാദവുമില്ല. നമുക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ: ദൈവത്തിന്റെ കൃപ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്നോട് കാണിച്ച ഔദാര്യോ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതൊന്ന് ചിന്തിച്ച്, അതിന്റെ നേരെ ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. യേശു മാർത്തയെ സ്നേഹിച്ചു. മാർത്തയെ കർത്താവ് സ്നേഹിച്ചതിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം മാർത്തയെ പോലെയുള്ള ഒരാളെ ആരും സ്നേഹിച്ചു പോകും. എന്താ മാർത്തയുടെ പ്രത്യേകത? വീട്ടിൽ വരുന്ന അതിഥികളെ ഹാർദവമായി സ്വീകരിക്കും, അവരെ ഹൃദ്യമായി ശുശ്രൂഷിക്കും. യേശു കർത്താവും ശിഷ്യന്മാരും പല പ്രാവശ്യം ആ വീട്ടിൽ ചെന്നപ്പോഴൊക്കെ വെച്ചു വിളമ്പിക്കൊടുത്തിട്ടുണ്ട്, ഭൗതികമായി ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇപ്പം മാർത്തയുടെ യോഗ്യത ഭൗതികമാണ്, മറിയയ്ക്കുമുണ്ട് യോഗ്യത. കർത്താവ് ആ വീട്ടിൽ ചെന്നപ്പോഴൊക്കെ ആത്മീകമായി വളരാൻ അവൾ പരിശ്രമിച്ചിട്ടുണ്ട്, തൃപാദപീഠത്തിങ്കിൽ നിന്ന് വചനം പഠിച്ചിട്ടുണ്ട്. ഇപ്പം മറിയയുടെ യോഗ്യത ആത്മീകതയാണ്. മാർത്തയ്ക്ക് പറയാനുള്ള യോഗ്യത ഭൗതികം, മറിയയ്ക്കെടുത്ത് കാണിക്കാനുള്ള യോഗ്യത ആത്മീകതയാണ്. എന്നാൽ അവരെ രണ്ടുപേരെയും മാത്രം സ്നേഹിച്ചെന്നല്ല, യേശു ലാസറിനെയും സ്നേഹിച്ചു. ലാസറിനെ എപ്പോഴാ സ്നേഹിച്ചത്? ഉയർത്തെഴുന്നേറ്റ ശേഷമാണോ? അല്ല. അവൻ ദീനമായി കിടക്കുമ്പോൾ സഹോദരിമാർ ആളയച്ചു പറയിക്കുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. എന്റെ ചോദ്യം, ലാസറിനെ കർത്താവ് സ്നേഹിക്കാൻ ലാസറിൽ എന്തു യോഗ്യതയാ ഉള്ളത്? എത്രയോ പ്രാവശ്യം കർത്താവ് വീട്ടിൽ ചെന്നു, ഭൗതികമായി ശുശ്രൂഷിക്കാൻ അവസരമുണ്ടായിരുന്നു, അവനത് വിനിയോഗിച്ചില്ല. ആത്മീകമായി വളരാൻ എന്ത് അവസരങ്ങൾ ദൈവം അവന് കൊടുത്തതാ, പക്ഷെ ഫലപ്രദമായി അത് ചെയ്തില്ല. ചുരുക്കി പറഞ്ഞാൽ വർത്തമാന കാലത്ത് ലാസറിനെ സ്നേഹിക്കാൻ അവനിൽ യോഗ്യതകളൊന്നുമില്ല. എങ്കിൽ പോലും തിരുവെടുത്തു പറയുന്നു, മാർത്തയെ മാത്രമല്ല, മറിയെ മാത്രമല്ല, ലാസറിനെയും യേശു സ്നേഹിച്ചു. അർത്ഥമെന്താ? വർത്തമാന കാലത്ത് അവനെ സ്നേഹിക്കാൻ അവനിൽ യോഗ്യതകളൊന്നുമില്ലെങ്കിൽ പോലും നാളകളുടെ നീളകളിൽ അവൻ തൻ്റെ കൂടെ പന്തിക്കിരിക്കേണ്ടുന്നവനാണെന്നും തൻ്റെ മഹത്വം അവനിലൂടെ വെളിപ്പെടാനുണ്ടെന്നും തീർന്നില്ല. ഒരു വലിയ കൂട്ടം യഹൂദ സമൂഹം അവനിലൂടെ തന്നിൽ വിശ്വസിപ്പാനുണ്ടെന്നും അറിയാവുന്ന കർത്താവ് അവന്റെ വർത്തമാനകാല അയോഗ്യതകൾ ഓർക്കാതെ അവനെ കാലെ കൂട്ടി സ്നേഹിച്ചു. അതാ ദൈവത്തിന്റെ സ്നേഹം. ഇന്ന് രാത്രി എൻ്റെ മാന്യ സുഹൃത്തെ, താങ്കളെ സ്നേഹിക്കാൻ താങ്കളിൽ യോഗ്യതകളൊന്നും ഇന്നില്ലെന്നു മാത്രമല്ല,
മാത്രമല്ല, അടുക്കുന്നവർക്കെല്ലാം താങ്കളോട് വെറുപ്പ് തോന്നത്തക്ക നിലയിൽ അത്ര സ്വഭാവ വൈകല്യത്തിന് ഇന്ന് രാത്രി താങ്കൾ ഉടമയാണെങ്കിലും നിങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങൾ ഓർക്കാതെ മനുഷ്യരും നിങ്ങളെ വെറുക്കത്തക്ക നിലയിലുള്ള നിങ്ങളുടെ അപജയങ്ങളെ കണക്കിടാതെ ഈ രാത്രി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. ആ നാമമാണ്, അല്ല പവിത്ര നാമമാണ് നസ്രയനായ യേശു. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത് വേറൊരു ഉദാഹരണം ഞാൻ പറയാം. യേശു ഗദരദേശത്ത് ചെല്ലുകയാണ്. ഗദരദേശത്തേക്ക് യേശു ചെല്ലുമ്പോൾ 6000 ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ യേശുവിനെ എതിരേറ്റു വരികയാണ്. ആ ഭൂതങ്ങളെല്ലാം കൂടെ അവനെ കൊണ്ട് കർത്താവിനോട് പറയുകയാണ്, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? പാതാളത്തിലോട്ട് പോകാൻ ഞങ്ങളോട് പറയരുത്. കുറച്ച് പന്നികൾ അവിടെ മേയുന്നു, അങ്ങോട്ട് പോകാൻ ഞങ്ങളോട് പറ. ചോദിച്ചത് ഭൂതങ്ങളാണ്, അതിനുപകരണമാക്കിയത് ആ ഭൂതഗ്രസ്തനെയാണ്. ഞാൻ ഒത്തിരി അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ചോദിച്ചത് ഭൂതങ്ങളായതുകൊണ്ട് കർത്താവ് പന്നികളിലോട്ട് പോകാനല്ലേ നിങ്ങൾ എന്നോട് അപേക്ഷിച്ചത്? നിങ്ങളായതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത് തരാൻ പറ്റുകയില്ല. പന്നികളിലേക്ക് പോകണ്ട, കഴുതകളിലേക്ക് പൊക്കോളാൻ യേശു പറഞ്ഞില്ല. ഇപ്പൊ ഭൂതങ്ങളാണെങ്കിലും ചോദിച്ചതുപോലെ നടക്കട്ടെന്ന് കർത്താവ് അങ്ങനെ വെച്ചു. ചിലരെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം ദൈവം തരുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ദൈവം ഞങ്ങളെ അംഗീകരിച്ചു എന്ന് സ്വയം ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെല്ലാം കിട്ടുന്നു. അതല്ല ദൈവം നിങ്ങളെ അംഗീകരിച്ചു എന്നതിന്റെ മുദ്ര. ദൈവ വചനത്തിന്റെ സത്യം ഗ്രഹിച്ച് വചനത്തിന്റെ വ്യവസ്ഥയ്ക്കൊത്ത് ജീവിച്ച് നിത്യതയുടെ വെളിപ്പാടിൽ മണ്ണിൽ ജീവിക്കുന്നതാണ് ദൈവിക അംഗീകാരത്തിന്റെ മുദ്രയെന്ന് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുമ്പോൾ എന്നോട് ചേർന്ന് ആ വാക്കിന് ആമേൻ പറയാൻ കരുത്തുള്ളവർ മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവ് പറഞ്ഞു, ഭൂതങ്ങളോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു, പന്നികളിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. 2000 പന്നികൾ, അതിലേക്ക് ചെന്ന് കയറിയത് 6000 ഭൂതങ്ങൾ. ഇപ്പൊ നമുക്കൊരു ചെറിയ കണക്കെടുത്താൽ ഓരോ പന്നികളിലും 3 ഭൂതങ്ങൾ വീതം കയറി. ഓരോ പന്നിയിലും 3 വീതം ഭൂതങ്ങൾ വീതം കയറിയപ്പോ പന്നികൾ തീരുമാനിച്ചിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, ചത്തേക്കാം. ഈ 2000 പന്നികളും ഒരുപോലെ കടലിൽ ചാടി ചത്തു. നമ്മുടെ ഗ്രാമീണ ഭാഷയെ പറഞ്ഞ ആത്മഹത്യ ചെയ്തു. സഹോദരങ്ങളെ, എന്റെ ചോദ്യം, പന്നികൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പന്നികൾക്കെന്നല്ല, ഒരു നാൽക്കാലികൾക്കും ഒരു ഇഴജാതികൾക്കും ഒരു പക്ഷിവർഗത്തിനും ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആത്മഹത്യ എന്താണെന്ന് അറിയാൻ പോയിട്ട് ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ജനിച്ചു പോയത് കൊണ്ട് ജീവിക്കുന്നു, ചാകുമ്പം ചാകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തെ ജീവിതത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് അതുങ്ങൾക്ക് യാതൊരു ഗ്രാഹ്യവുമില്ല. അങ്കമാലിയിലെ ഒരു നായ്ക്കുട്ടിയെ 4 വർഷമായിട്ട് ഓമനിച്ച് വളർത്തവൻ ഇപ്പൊ 4 വയസ്സായി. വീട്ടിലെ അമ്മ അവനൊരിക്കൽ കുസൃതി കാണിച്ചതുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ഒറ്റ അടി അങ്ങോട്ട് കൊടുത്ത. അടി അല്പം ആക്കം കൂടിപ്പോയി. ഉടനെ ആ നായ പറയുകയാണ്, കഴിഞ്ഞ 4 വർഷം എന്റെ ഈ വാല് മുറിഞ്ഞു പോകുന്നത് പോലെ ഈ അമ്മയുടെ മുമ്പിൽ ഞാൻ വാലാട്ടി സ്നേഹം കാണിച്ചിട്ട് എന്നെ ഇങ്ങനെ നിഷ്കരുണം തല്ലാൻ എങ്ങനെ തോന്നി? ഇനി ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നില്ല, ഞാൻ പോയി ചാകാൻ പോവാന്ന് പറഞ്ഞു. തൃശ്ശൂർ അങ്കമാലി റൂട്ടിൽ കൂടെ പോകുന്ന നാഷണൽ പെർമിറ്റ് ലോറിയുടെ അടിയിൽ കൊണ്ട്, ടയറിന്റെ അടിയിൽ കൊണ്ട് തല വെച്ച് ഒരു നായും അറിഞ്ഞുകൊണ്ട് ചാകില്ല. കാരണം അറിഞ്ഞുകൊണ്ട് അങ്ങനെ തല വയ്ക്കാൻ, ആത്മഹത്യ ചെയ്യാൻ അതിനെ കൊണ്ട് പറ്റില്ല. അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ല. ഈ അഖിലാണ്ട കടാകത്തിൽ അറിഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുന്നതും മനുഷ്യനും മാത്രം. അപ്പൊ എന്റെ ചോദ്യം, പന്നികൾക്ക് ആത്മഹത്യ എന്തെന്ന് അറിഞ്ഞുകൂടെങ്കിൽ
1999 അല്ല, 2000 പന്നികളും ഒരുപോലെ കടലിൽ ചാടി ചത്തു, ആത്മഹത്യ ചെയ്തു. അത് പന്നികളുടെ സ്വഭാവമല്ലെങ്കിൽ പിന്നെ എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? പന്നികളിൽ കയറിക്കൂടിയ ദുരാത്മാക്കളുടെ പ്രവണത അതായിരുന്നു. ഈ ദുരാത്മാക്കളുടെ പ്രവണത എന്താ? ഇത് കയറുന്നതിനെ കൊല്ലിക്കുന്നതാണ്, ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതാണ്. ദുരാത്മാക്കൾ എന്തൊക്കെ ചെയ്യുന്നു അത് വേദപുസ്തകത്തിന്റെ മനോഹരമായൊരു പഠനമാണ്. ഇന്ന് രാത്രി ഞാൻ അവിടേക്ക് പോകുന്നില്ല. പക്ഷെ ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ, ലഹരി പദാർത്ഥങ്ങളുടെ, വഴിവിട്ട ബന്ധങ്ങളുടെ, അശുദ്ധികളുടെ, ദൈവത്തിന് സ്തോത്രം, ആത്മഹത്യകളുടെ, രക്തച്ചൊരിച്ചിലുകളുടെ, കുലപാതകങ്ങളുടെ പിറകിൽ വ്യാപരിക്കുന്നത്, കുടിയിരിക്കുന്നത് പൈശാചിക ദുർഭൂത ശക്തികളാണ്. അവയിൽ നിന്നും മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ ഒരു മനഃശാസ്ത്ര വിദഗ്ധർക്കും സാധ്യമല്ല. അതിന് സാധിക്കുന്നത് സുവിശേഷത്തിന് മാത്രമാണ്, യേശുക്രിസ്തുവിന് മാത്രമാണ്. എന്നോട് ചേർന്ന് അറിഞ്ഞു സ്തോത്രം പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോ ഓരോ പന്നികളിൽ 3 ഭൂതങ്ങൾ വീതം കയറിയപ്പോ പന്നികൾ ആത്മഹത്യ ചെയ്തെങ്കിൽ, കടലിൽ ചാടി ചത്തെങ്കിൽ, ഈ 6000 ഭൂതങ്ങൾ കയറുന്നതിനെ കൊല്ലിക്കുന്ന ആത്മഹത്യ പ്രവണതയുള്ള ഈ 6000 ദുർഭൂതങ്ങൾ ഇവനിൽ വർഷങ്ങളായി കുടിയിരിക്കുകയല്ലേ. എന്തിനാ ഇവനിൽ കുടിയിരിക്കുന്നേ? ജീവിപ്പിക്കാനാ? അല്ല, കുടിയിരിക്കുന്നത് കൊല്ലാനാ, ആത്മഹത്യ ചെയ്യിപ്പിക്കാനാ. പക്ഷെ എന്റെ ചോദ്യം, വർഷങ്ങൾ ഇവനിൽ കുടിയിരുന്ന് ഇവനെ കൊല്ലാൻ, ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ ഈ ദുർഭൂതങ്ങൾ കൊണ്ടു നടന്നിട്ട് എന്തേ ഇവനെ അങ്ങനെ കൊല്ലാൻ പറ്റിയില്ല? പറ്റാഞ്ഞതിന്റെ കാരണം ഞാൻ പറയാം. നെക്കപ്പൊലി നാട്ടിൽ അവനെ ഒരു മിഷണറിയാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി അവന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കെ 6000 അല്ല 60 കോടി ദുർഭൂത ശക്തികൾ അവനെതിരെ തട്ടിട്ട് തുള്ളിയാലും അവന്റെ ഒരു തലമുടി നാരിനെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. കൃപ ലഭിച്ച അഭിഷക്തന്മാർ, കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് സിംഹഗർജനം പോലെ വിളിച്ചു പറ, മുൻനിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോ സകലതും തന്റെ പുസ്തകത്തിൽ എഴുതിയ ദൈവം എന്റെ കൊച്ചു ജീവിതം കൊണ്ട് എന്നിലൂടെ നിവർത്തിച്ചെടുക്കേണ്ട പദ്ധതികൾ എന്താണെന്നും തീരുമാനിച്ചു നിർണയിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവിക നിർണയ പദ്ധതികൾ എന്നിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നിടം വരെ ഏതെല്ലാം ഇരുളിന്റെ ശക്തികൾ, എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും ആ പൈശാചിക ശക്തികൾക്ക് എന്നെ തകർക്കാൻ കഴിയാത്ത നിലയിൽ എന്നെ ചുറ്റി പരിപാലിക്കുന്ന ദൈവ കൃപയുണ്ടെന്ന് അതരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ളവർ കരമടിച്ചൊരു 30 സെക്കൻഡ് ഈ രാത്രി കർത്താവിന് മഹത്വം കൊടുക്ക. ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ ആ മനുഷ്യനെ കണ്ടോ? അദ്ദേഹത്തിന് സുബോധം വന്ന് വസ്ത്രം ധരിച്ച് ആ ദക്കപ്പള്ളി നാട്ടിൽ യേശുവിനെ പ്രസംഗിച്ച് നടക്കുക. എന്തു ഭയഭക്തി, ബഹുമാന, ആദരവോടാ നാട്ടുകാർ അങ്ങേരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത്. പണ്ടോ മുഴുഭ്രാന്തൻ, വസ്ത്രം ധരിക്കുകയല്ല, പാർക്കുന്നത് ശവക്കല്ലറകളിൽ. അവനെ കാണുമ്പോൾ നാട്ടുകാരെന്താ ചെയ്യുക? ഇരുമ്പ് ചങ്ങലയും കൊണ്ട് പുറകെ നടക്കുക ബന്ധിക്കാൻ. പക്ഷെ നാട്ടുകാർ വെച്ച് പിടിപ്പിച്ച ഇരുമ്പ് ചങ്ങലയൊക്കെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. എന്റെ ഗ്രാമീണ ഭാഷ ഞാൻ പറയാം, ഒരു കാലത്ത് അവൻ ആ നാടിന്റെ കണ്ണിലെ കരടായിരുന്നു. പക്ഷെ ഇന്ന് അവൻ ആ നാടിന്റെ കണ്ണിലുണ്ണിയ. ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, യേശുവിന് മാറ്റാൻ കഴിയാത്ത, സുവിശേഷത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത ഒരു കുടുംബവുമില്ല, ഒരു വ്യക്തിയുമില്ല. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുന്നു, ചിലരുടെയൊക്കെ മാനസാന്തരത്തിന്, ചിലരുടെയൊക്കെ രൂപാന്തരത്തിന്, ചിലരുടെയൊക്കെ സ്വഭാവ രൂപീകരണത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് പ്രതീക്ഷിച്ച സമയത്ത് പ്രതീക്ഷിച്ചതുപോലെ അവരിൽ മാറ്റങ്ങൾ നടക്കായിക നിമിത്തം ഇനി അവരെ ഉപേക്ഷിച്ച് കളഞ്ഞേക്കാം. ഇനി പ്രാർത്ഥിച്ചിട്ടും പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും പ്രയോജനമില്ല.
എന്ന് ചിന്തിച്ച് ഇന്ന് രാത്രി നിരാശയോടെ വന്നിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുന്നു, ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥന നിർത്തണ്ട, ഉപദേശം നിർത്തണ്ട, നിരാശയ്ക്ക് ഇടം കൊടുക്കണ്ട. നിന്റെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ പ്രവർത്തനത്തിന്റെ മറുപടി എന്നവണ്ണം ചിലതിൽ അസാധാരണ മാറ്റങ്ങൾ സംഭവിച്ച് ഈ യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ചിലരോട് ഇടപെടുകയാണ്. ഫിലേമോനോട് പൗലോസ് ഒനേസിമോനോസിനെ കുറിച്ച് പറയുകയാണ്, അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ, എന്നാൽ ഇപ്പോൾ എനിക്കും, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു പറ, എനിക്കും നിനക്കും ഒരുപോലെ പ്രയോജനമുള്ളവൻ. ഇന്ന് രാത്രി എഴുതി വെച്ചോ, ഇവരെങ്ങനെ ഇങ്ങനെ മാറി, ഈ കുടുംബം എങ്ങനെ രക്ഷപ്പെട്ടു, ഈ കുടുംബം എങ്ങനെ കരകയറി എന്ന ആശ്ചര്യത്തോടെ നാളുകളിൽ വിളിച്ചു പറയത്തക്ക നിലയിൽ തകർച്ചകളെ പണിയും ഒരു ദൈവപ്രവൃത്തി, അസാധാരണ രൂപാന്തരം വരുത്തുന്ന ദൈവിക പ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഉറപ്പ് കൈമാറുന്നേ. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് അവനോട് ചോദിക്കാം, നീ എങ്ങനെ ഇങ്ങനായേ? അവൻ പറയും, 6000 ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടു, വസ്ത്രം ധരിക്കാതെ ശവക്കല്ലറകളിൽ രാപാർത്ത് നാട്ടുകാർ വെച്ച് പിടിപ്പിച്ച ഇരുമ്പ് ചങ്ങലയൊക്കെ ഉരുമി പൊട്ടിച്ച് ആർക്കും വേണ്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോ ഞാൻ പോലും അറിയാതെ തൻ്റെ സ്നേഹ വലയത്തിനകത്ത് എന്നെ പൊതിഞ്ഞു കൊണ്ട് നടന്നൊരു ദൈവമുണ്ടേ. ആ ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് കാണുന്ന അനുഭവത്തിലേക്ക് എന്നെ എടുത്തുയർത്തിയത്. എൻ്റെ പ്രിയരെ, ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, അത് ഭൂതഗ്രസ്തനായിരുന്നവന്റെയും ലാസറിന്റെയും അനുഭവം മാത്രമല്ല, അത് നമ്മുടെയൊക്കെ അനുഭവമായിരുന്നു. ഒരു നല്ല ആമേനൊന്ന് സ്തോത്രം ചെയ്ത് പറ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലം ഒന്ന് ഓർത്തു നോക്കി. ആത്മഹത്യയുടെ മൊനമ്പിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നവരില്ലേ? ഒരു ആമേനൊന്ന് പറ. അതും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എത്ര വഴക്കിലും വയ്യാവേലിയിലും ചെന്ന് പെട്ടതാ, എത്ര പേര് കത്തിയുമായിട്ട് പതുങ്ങി ഇരുന്നതാ. ആ കത്തിമുനയെന്നൊക്കെ രക്ഷപ്പെട്ടില്ലേ? അന്നൊക്കെ നമ്മൾ പറഞ്ഞു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അന്നൊക്കെ നമ്മൾ പറഞ്ഞു സമയം നല്ലതായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ട ശേഷം പുറകോട്ട് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നേ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ല, സമയം നല്ലതായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതല്ല. എൻ്റെ ദൈവത്തോടൊരു ബന്ധവുമില്ലാതെ ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ അന്നേ എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നേ, അന്നേ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചിരുന്നേ, അന്നേ എൻ്റെ ദൈവത്തിന്റെ നിർണയം, ദൈവിക തെരഞ്ഞെടുപ്പ് എൻ്റെ മേൽ ഉണ്ടായിരുന്നേ. അതാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കാൻ, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ അവസരം ലഭ്യമായതെന്നോർത്ത് അണപൊട്ടി ഒഴുകുന്ന ആവേശത്തിൽ അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഈ രാത്രി മറക്കരുത്, ദൈവത്തിന്റെ സ്നേഹം അത് നിത്യസ്നേഹമാണ്. നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി സ്നേഹമാണ്. രണ്ടാമത്തെ ആശയം അത് കാലേക്കൂട്ടിയുള്ള സ്നേഹമാണ്. ദൈവസ്നേഹത്തിന്റെ അടുത്ത പ്രത്യേകത അത് വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. എനിക്ക് ഇപ്പോ 50 വയസ്സായി. 50 വയസ്സായെന്ന് ഞാൻ സങ്കടത്തോടെ പറയുന്നത്. കാലം പോയ പോക്ക് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. രാജാനും ജയമോനും പാസ്റ്ററും ജിനു പാസ്റ്ററും ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുനാൾ ഓർക്കും. എൻ്റെ ദൈവമേ, മുഴുവൻ മൺറോഡ് അല്ലേ, മുഴുവൻ കരിമ്പ്. ആ കരിമ്പ് വെട്ടി കാളവണ്ടിയെ വെച്ച് കാളവണ്ടി അടിച്ച് കാളവണ്ടിക്കാരൻ പോവുകയാണ്, പുറകിൽ ഇങ്ങനെ കരിമ്പ്
കാളവണ്ടിക്കാരന് പുറകു കാണാതെ കരിമ്പ് ഇങ്ങനെ പൊങ്ങിയിരിക്കുമ്പോ ഞങ്ങൾ ചെന്ന് കാരനറിയാതെ കരിമ്പൂരി. എന്തൊരു സന്തോഷം അല്ലെ, അവരെ കളിപ്പിച്ച് കരിമ്പൂരി വെട്ടിത്തിന്നുന്ന അതിനൊരു ഇരട്ടി മധുര. ഞാനിങ്ങനെ വാഹനമൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ കണ്ണിൽ ഉറക്കം തട്ടിക്കളിക്കാതിരിക്കാൻ കുഞ്ഞുനാളിലെ കുസൃതികളൊക്കെ ഓർത്ത് ചിരിച്ചോണ്ടാ പോവുക. എത്ര പെട്ടെന്ന് കാലം പോയ പോക്ക് നിങ്ങൾ എല്ലാവരും ഓർത്തേ. ഇരുന്നിട്ട് എഴുന്നേക്കുന്ന പോലല്ലേ സമയം പോയേ. എനിക്കാണ് ഈ മിനിഞ്ഞാന്നൊരു വലിയ സങ്കടം ഉണ്ടായി. എൻ്റെ മുടിയൊക്കെ ഈ ദിവസങ്ങളായിട്ട് അല്പം നരയ്ക്കാൻ തുടങ്ങി. ഒരേ പാസ്റ്റർ എന്നോട് വന്ന് ചോദിക്കുക 65 ആയോന്ന്. 50 ആയത് ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് എന്നോട് ചോദിക്കുക 65 ആയോന്ന്. എനിക്ക് അന്നേരപ്പം തൊട്ടേ ഒരു ടെൻഷനാ. നിങ്ങളുടെ ആ സീരിയസ്നെസ് ഒന്ന് വിട്ട് എൻ്റെ കൂടെ ഒന്ന് വരാൻ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ എത്ര പെട്ടെന്ന കാലം പോയ സഹോദരങ്ങളെ. ഞാൻ എൻ്റെ കുഞ്ഞു ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയതിന് തന്നെ സ്വോത്രം പറയണം. എന്തോ നല്ല പാൻറ് ഷർട്ടുവാ ഞാൻ ഇട്ടേക്കുന്നേ. ഈ വേദിയിലിരിക്കുന്ന ദേവദാസന്മാരൊക്കെ എന്തോ നല്ല പാൻറ് ഷർട്ടാ. സദസ്സിലിരിക്കുന്നവരെ സഹോദരിമാർ എന്തോ നല്ല സാരി ചുരിദാർ ഒക്കെ ഇട്ടേക്കുന്നേ. എന്തോ നല്ല വില കൂടിയ വാഹനങ്ങളാ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നേ. എന്തോ നല്ല വീട്ടിലാ നമ്മൾ പാർക്കുന്നേ. എന്തോ നല്ല ആഹാരമാണ് നമ്മൾ കഴിച്ചേ. കൈ പൈസ ഉണ്ടെങ്കിൽ അങ്കമാലി ചെന്നാ കഴിക്കാൻ കിട്ടാത്തത് എന്നാ ഉള്ളേ. നമുക്ക് പോലും അറിയാൻ വയ്യാത്ത രാജ്യങ്ങളുടെ പേര് കൂട്ടിയുള്ള മന്തിയാ. ആ മന്തി ഈ മന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചില മന്തികളുടെ പേര് ഇങ്ങനെയും രാജ്യം ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പൊ കൈ പൈസ ഉണ്ടെങ്കിൽ എന്നതാ കഴിക്കാൻ കിട്ടാത്തേ. സത്യം പറയാം, ഫ്ലൈറ്റ് ചാർജ് ഒക്കെ ഭയങ്കര കുത്തനെ കൂടുതലാണ്. പക്ഷെ ഒറ്റ ഫ്ലൈറ്റിലും സീറ്റില്ല. അതിൻ്റെ സീറ്റില്ലാത്ത അങ്കമാലിയിൽ നിന്ന് അപ്പനും അമ്മയും കൂടെ കാനഡയിലെ മോൻ്റെ അടുത്ത് പോയി 6 മാസം നിന്ന് തിരിച്ചു വന്ന് 2 മാസം കഴിയുമ്പോൾ UK മോളുടെ അടുത്തോട്ട് പോയി. അവിടുന്ന് തിരിച്ചു വന്ന് അടുത്ത 3 മാസം കഴിയുമ്പോൾ ഖത്തറിലെ മോളുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വരിക. ചുരുക്കി പറഞ്ഞ നാട്ടിലാകപ്പാടെ 3-4 മാസമേ ഉള്ളൂ. 8 മാസം മക്കളുടെ അടുത്ത് ഇങ്ങനെ കറങ്ങുക. പണ്ടത്തെ എൻ്റെ കുഞ്ഞുനാൾ ഞാൻ ഓർക്കും കേട്ടോ. ദൈവമേ, ഫ്ലൈറ്റ് ഒക്കെ അന്തരീക്ഷത്തിലൂടെ പോയി ഇത് എന്നാ സാധനം എന്ന് പോലും അറിയില്ല. ഒച്ച കേട്ട് മേഘത്തിന്റെ അകത്തൊക്കെ ഇത് മറയുമ്പോൾ ഇത് എവിടാണെന്ന് അറിയാനായിട്ട് മേളിലോട്ട് നോക്കുമ്പോൾ ഓടി ഓടി വീണതിനൊരു കണക്കില്ല. അങ്ങനെ വീണ് മുട്ട് പൊട്ടാത്തവരാരാ ഉള്ളേ? അന്ന് ആ മേഘത്തിന്റെ അകത്തൂടെ പോകുന്ന സാധനത്തെ കണ്ട് ഓടി മുട്ടുപൊട്ടിക്കുക. നമ്മൾ എത്ര പ്രാവശ്യം അത് കേറി ഒന്ന് സ്വോത്രം പറഞ്ഞൊന്ന് വന്നേ. ഇത്രയും നല്ല വസ്ത്രം ധരിക്കാൻ, ഇത്രയും നല്ല പാർപ്പിടത്തിൽ, ഇത്രയും നല്ല വാഹനത്തിൽ, ഇത്രയും നല്ല ഫുഡ്, ഇതൊക്കെ ഇത്രയും രാജ്യങ്ങളിലൊക്കെ ഇങ്ങനൊക്കെ പോയി വരാൻ പറ്റിയത് ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ. ഒരു 200 കൊല്ലം മുമ്പെങ്ങാനും നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ ഒരു സ്വോത്രം ചെയ്ത് എന്നോടൊന്ന് വന്നേ, നമ്മുടെ ഗതി എന്തായി മാറിയേ. അപ്പൊ നമ്മൾ ഏത് കാലത്ത് ജീവിച്ചിരിക്കണം എന്നുള്ളതും നമ്മുടെ തീരുമാനശേഷിപ്പെട്ടതല്ല, ദൈവത്തിന്റെ നിർണയത്തിൽപ്പെട്ട കാര്യ. ഇല്ലാത്തതോർത്ത് ദൈവത്തോട് പിറുപിറുക്കാതെ ഇന്ന് രാത്രി കരമുയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് പറ, ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ, ഈ നല്ല കാലത്ത് ജീവിക്കാൻ എനിക്ക് അവസരം തന്നതിൽ ദൈവത്തിന് സ്തോത്രമെന്ന് മനസ്സോടെ പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ ഞാൻ എന്റെ ചെറുപ്പകാലം പറയാൻ കാരണം ഇടുക്കിയിലെ കാര്യമാണ്. ഇവിടുത്തെ അങ്കമാലിയിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഞങ്ങൾക്ക് മക്കൾക്ക് അപ്പന്റെ അടുക്കൽ ചെന്ന് നേരിട്ട് കാര്യം പറയാൻ വയ്യ. അതിനുള്ള അവസരം ഇല്ല. അമ്മ വഴി വേണം കാര്യം അവതരിപ്പിക്കാൻ. അങ്ങനെ അമ്മയ്ക്കും എപ്പോഴും ചെല്ലാൻ പറ്റുകയില്ല. അപ്പന്റെ ഭാവഭേദങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ തന്മയത്വത്തോടെ വേണം അമ്മയ്ക്ക് കാര്യം അവതരിപ്പിക്കാൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ദൈവമേ, ഒരു സ്ലേറ്റ്, ഇപ്പൊ ആ സ്ലേറ്റ് കാണാനില്ല. പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ സ്ലേറ്റ് കല്ലുപെൻസില്, ആ സ്ലേറ്റ് ഒക്കെ മേടിച്ചു തരുമ്പോൾ അപ്പം പറയുന്നൊരു ഭാഗമുണ്ട്, ഇത് ഇത്ര നാളത്തേക്കിനുള്ളതാണ്. മറ്റു പിള്ളേരുമായിട്ട് വഴക്കുണ്ടാക്കി വരുന്ന സമയത്ത് ഈ പൂച്ചെടി എന്ന് പറയും ഞങ്ങളുടെ അവിടെ, ആ പൂച്ചെടിക്കായെല്ലാം വലിച്ചു തിന്ന് വരുന്ന സമയത്ത് സ്ലേറ്റ് ഒക്കെ താഴെ പോയി അതെല്ലാം പൊട്ടി. അത് അപ്പം കാണാതിരിക്കാൻ ദൈവമേ, ഉടുപ്പിന്റെ അടി മറച്ചു വെച്ചുകൊണ്ട് പോകുന്ന പോക്ക് അല്ലേ.
അന്ന് അപ്പൻ്റെ അടുക്കൽ നേരിട്ട് ചെന്ന് കാര്യം പറയാൻ പറ്റിയാൽ അമ്മ വഴി വേണം. അന്ന് അതൊക്കെ കണ്ട് മനസ്സ് മടുത്ത മക്കൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതെന്നാ ഒരു അപ്പനാ അമ്മ, എന്നാ ഒരു ജീവിതം അമ്മ. അപ്പുറത്തെ ടോമിയുടെ അപ്പനെ നോക്കിക്കുക, അവിടെ എല്ലാം കൂട്ടുകാരെ പോലെ, ഇവിടോ കാണ്ടാമൃഗത്തെ പോലെ. അത് കേട്ട അന്നത്തെ നല്ല അമ്മമാര് മക്കളോട് പറഞ്ഞു, ഇന്നത്തെ അമ്മമാരാണെ പറഞ്ഞാണ്, എന്റെ പൊന്നു കുഞ്ഞെ നിനക്ക് മനസ്സിലായില്ലേ, ഞാൻ ആയതുകൊണ്ടാ ഇങ്ങേരുടെ കൂടെ പൊറുക്കും. പക്ഷെ അന്നത്തെ നല്ല അമ്മമാര് പറഞ്ഞടാ, അപ്പുറത്തെ ടോമിയുടെ അപ്പനേക്കാൾ സ്നേഹമുള്ള അപ്പനാ നിന്റെ അപ്പൻ. പക്ഷെ നിന്റെ അപ്പനൊരു കുഴപ്പമുണ്ട്, സ്നേഹം അകത്താ, അത് പുറത്ത് കാണിക്കാൻ അറിഞ്ഞുകൂടാ. എനിക്ക് എല്ലാവരോടും സ്നേഹ, പക്ഷെ അകത്താ, പുറത്ത് കാണിക്കാൻ അറിയില്ലെന്ന് പറയുന്നവരോട് എന്റെ വിനീതമായ ഒരു ചോദ്യം, നിങ്ങളെ പോലെ എല്ലാരും കൂടെ തുടങ്ങിയ ഈ ലോകത്തിന്റെ ഗതി എന്തായി മാറും? ഗതികേടായി മാറും. അപ്പൊ സ്നേഹമകത്തുള്ളത് സത്യമാണെങ്കിൽ അത് മറയ്ക്കാനുള്ളതല്ല, അത് വെളിപ്പെടുത്താനുള്ളതാണ്. ഇതുപോലെ എൻ്റെ ദൈവത്തിന്റെ സ്നേഹവും മറയപ്പെട്ട സ്നേഹമല്ല, സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാകുന്നത് പോലെ പരസ്യമായി വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. ദൈവസ്നേഹം വെളിപ്പെടുത്തപ്പെട്ട രണ്ട് മേഖലകൾ ഞാൻ നിങ്ങളോട് കമ്പിപ്പെടുത്തിയ മേഖല യേശു ക്രിസ്തുവിന്റെ ജഡത്തിലെ വെളിപ്പാടാണ്. ഇവിടെ ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ പ്രോപ്പർ സ്ഥലത്ത് ആഴകം അല്ലെ? ആഴകം. ഞാൻ തെറ്റിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കണം. ആഴകത്ത് ഒരു ബ്ലസ്സി ഉണ്ടെന്നിരിക്കട്ടെ, ഏതെങ്കിലും ബ്ലസ്സിമാർ ആഴകംകാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം. ബോധപൂർവം പാസ്റ്ററിന്റെ പേര് പറഞ്ഞൊന്നും പറയല്ലേ, ഒരു ഉദാഹരണം പറയാനാണ്. ആഴകത്തെ ബ്ലസ്സി അങ്കമാലി ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് അഡ്മിറ്റായി. ഡെലിവറി കഴിഞ്ഞ് അമ്മയും കുഞ്ഞും കൂടെ കിടക്കുമ്പോ ഇവിടെ നിന്നൊരു ബേബ അങ്കമാലിയിലെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് ആഴകത്ത് മടങ്ങി വന്ന് ബസ്സിലിറങ്ങി നടന്നു പോകുമ്പോ ഒരു ഓമന നമ്മുടെ ഫേബെ കണ്ടു. ഫേബയോട് ചോദിച്ചു, ഫേബെ എവിടെ പോയതാ? ഫേബയുടെ മറുപടി, അമ്മാമ്മേ ഇന്നിടത്തെ ബ്ലസ്സി പ്രസവിച്ച് അമ്മയും കുഞ്ഞിനെയും കണ്ടേച്ചു വരിക. ഉടനെ നമ്മുടെ ഓമനയുടെ ചോദ്യം, പ്രസവിച്ചോ? അടുത്ത ചോദ്യം, കുഞ്ഞാണാണോ പെണ്ണാണോ? അതായത് മോനാണോ മോളാണോ? മോനാണെങ്കിൽ മോനാണ്, മോളാണെങ്കിൽ മോളാണ്. അതറിഞ്ഞു കഴിയുമ്പോൾ സംസാരം നിർത്തേണ്ടതാണ്. പക്ഷെ ചില ഓമനമാരെ കിട്ടിയാൽ അന്നത്തെ ദിവസം പോക്കാണ്. ഈ വെളുപ്പിനെ 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ചില സഹോദരിമാർ എഴുന്നേറ്റ് വെട്ടി വയർത്ത് വെള്ളം കുടിച്ച് മുറിക്കകത്തൂടൊക്കെ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ വെട്ടി വയർത്ത് പരവേശം മൂത്ത് വെള്ളം കുടിക്കുന്നത് പ്രഷർ താന്നിട്ടല്ല, ഷുഗർ താന്നിട്ടും അല്ല. അപ്പോഴവർ ഓർത്തത് അവളോട് അതും കൂടെ ചോദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. ആ ടെൻഷനിലുള്ള വെട്ടി പെയർക്കലാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാവുന്നുണ്ടോ? ആണാണോ പെണ്ണാണോ? അല്ലേ? ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അടുത്ത ചോദ്യം, കൊച്ചു വെളുത്തതാണോ കറുത്തതാണോ? വെളുത്തതാണെന്നെങ്ങാനും പറഞ്ഞ കുശുമ്പ് മൂത്തൊട്ട് ചോദിക്കുന്ന അടുത്ത ചോദ്യം, ചെവി വെളുത്തതാണോ കറുത്തതാണോ? എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞാല മനുഷ്യനൊരു സമാധാനമാകുക. അടുത്ത ചോദ്യം, എമ്പടി മുടിയുണ്ടോ മുടിയില്ലേ? ചിലരൊക്കെ ചോദിക്കാൻ കേട്ടിട്ടുണ്ട്, അവരുടെ അപ്പം വീട്ടുകാരായിട്ട് മൂക്കൽപ്പം നീണ്ടോരാ. കൊച്ചിന്റെ മൂക്ക് നീണ്ടതാണോ പരന്നതാണോ? എത്ര കാര്യങ്ങളെ കിള്ളിക്കഴിഞ്ഞ് ചോദിക്കുക. പക്ഷെ കൊച്ചു വെളുത്തതാണോ കറുത്തതാണോ, ആണാണോ പെണ്ണാണോ, ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചാലും ആ കുഞ്ഞിനെ എന്നാ തുണി കൊണ്ടാ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതെന്ന് ആരെങ്കിലും എവിടെങ്കിലും ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞിനെ എന്നാ തുണി കൊണ്ടാ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് ചോദിച്ചിട്ടില്ല. കാരണം ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു തുണി കൊണ്ട് പൊതിഞ്ഞു പിടിക്കും. അത് എടുത്ത് ചോദിക്കത്തക്ക പറയത്തക്ക സവിശേഷതയുള്ള കാര്യമല്ല, അത് സാമാന്യ കാര്യം മാത്രമാണ്. എന്നാൽ ഒരു നവജാത ശിശുവിന്റെ കാര്യത്തിൽ മാത്രം ആധികാരിക ചരിത്ര രേഖയുണ്ട്. അദ്ദേഹത്തെ എങ്ങനെ കിടത്തിയതെന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. 12-ാമത്തെ വാക്യം. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. സഹോദരങ്ങളെ, നിങ്ങൾ മറക്കരുത്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവെടുത്ത് പറയുന്നു, അവൾ ഏകജാതനായ മകനെ പ്രസവിച്ചെന്നല്ല, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി.
12-ാമത്തെ വാക്യം, നിങ്ങൾ കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ടിരിക്കുന്ന ഒരു ശിശുവിനെ കാണും. ഇന്ന് രാത്രി എന്റെ ചോദ്യം പ്രസക്തമാണ്. ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു തുണി കൊണ്ട് പൊതിഞ്ഞു പിടിക്കും. അത് സ്വാഭാവിക കാര്യം മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 പ്രാവശ്യം എടുത്തുദ്ധരിക്കുന്നു? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തിയെന്ന്. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ട ഈ നവജാത ശിശുവുണ്ടല്ലോ, ഇദ്ദേഹം ഇങ്ങനെ ആയിരുന്നില്ല പണ്ട്. പിന്നെ എങ്ങനെയായിരുന്നു? 104-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 104-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ കർത്താവേ, അങ്ങേറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ അങ്ങ് പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. മഹത്വം അണിഞ്ഞിരുന്നവൻ, തേജസ് അണിഞ്ഞിരുന്നവൻ, വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരുന്നവൻ ആ മഹത്വപ്പെട്ട് കിടത്തപ്പെട്ടു. ഇന്ന് രാത്രി രക്ഷിതാവിനോട് ചോദിക്കാം, യേശു കർത്താവേ, അങ്ങയുടെ മഹത്വം വേണ്ടെന്ന്, അങ്ങയുടെ തേജസ് വേണ്ടെന്ന് വെച്ച്, അങ്ങയുടെ പ്രകാശം വേണ്ടെന്ന് വെച്ച് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടാൻ അങ്ങയെ പ്രേരിപ്പിച്ച പ്രേരക ഘടകം എന്തേ? അതിന് യേശുവിന് പറയാനുള്ള മറുപടി, തോമസേ, എന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച്, എന്റെ തേജസ് വേണ്ടെന്ന് വെച്ച്, എന്റെ പ്രകാശം വേണ്ടെന്ന് വെച്ച് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ചത് നിന്നോടുള്ള എന്റെ സ്നേഹമാണ്. അതരം തുറന്നാമേ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കേണ്ട സമയലാഭത്തിന് വേണ്ടി ഞാൻ പറയാം. 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഉസിയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സറാഫുകൾ അദ്ദേഹത്തിന് ചുറ്റും നിന്നു. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഒരുവനോട് മറ്റൊരുവൻ പറഞ്ഞാർക്കുന്നു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുന്നു. ആ സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ തേജസ് മുഴു പ്രപഞ്ചത്തിലും വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എന്റെ ചോദ്യം, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന സാറാഫുകൾ 2 കൊണ്ട് പാദം മൂടി, മുഖം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്താരാധിക്കുന്ന മുഴു പ്രപഞ്ചത്തിലും മഹത്വം വെച്ച് ആ പ്രപഞ്ച ചക്രവർത്തി ആരാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. പെട്ടെന്ന് വിശുദ്ധ യോഹന്നാൻ 12:41. യേശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചു. എല്ലാവരും എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞ വാക്യമെന്ന് പറഞ്ഞ്. യേശയ്യാവ് അവന്റെ തേജസ് കണ്ടു. ഒരു ആമേൻ എന്ന് പറ. യേശയ്യാവ് അവന്റെ തേജസ് കണ്ടു, അവനെ കുറിച്ച് സംസാരിച്ചു. ആരുടെ തേജസ് കണ്ടു? ആരെ കുറിച്ച് സംസാരിച്ചു? യേശുവിനെ കുറിച്ച് സംസാരിച്ചു. യേശുവിന്റെ തേജസ് കണ്ടു. എപ്പോൾ കണ്ടു? ഉസിയാ രാജാവ് മരിച്ചയാണ്ടിൽ കണ്ടു. എങ്ങനെ കണ്ടു? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നവനായി എങ്ങനെ കണ്ടു? സറാഫുകൾ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് ആർത്താരാധിക്കുന്നവനായി. ഇന്ന് രാത്രി രക്ഷിതാവിനോട് ചോദിക്കാം, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരുന്ന അനന്തകോടി ദൂതന്മാർ ആമേ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്താരാധിച്ച കർത്താവേ, ആ പ്രപഞ്ചത്തിൽ മുഴുവൻ മഹത്വം വെച്ച രക്ഷിതാവേ, അങ്ങയുടെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം വേണ്ടെന്ന് വെച്ചിട്ട് അനന്തകോടി ദൂതന്മാരെയും അവരുടെ ആരാധനയെയും സ്വർഗത്തെയും മഹത്വത്തെയും വേണ്ടെന്ന് വെച്ച് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടാൻ അങ്ങയെ
പ്രേരിപ്പിച്ച പ്രേരക ശക്തി എന്തേ? അതിന് യേശു കർത്താവിന് ഇന്ന് രാത്രി പറയാനുള്ള മറുപടി, ആഴകം ദേശമേ, ഉയർന്നും ഭംഗിയുമുള്ള എന്റെ സിംഹാസനം വേണ്ടെന്ന് വെച്ച് അനന്തകോടി ദൂതന്മാരെയും അവരുടെ ആരാധനയെയും സ്വർഗത്തെയും തേജസ്സിനെയും മഹത്വത്തെയും വേണ്ടെന്ന് വെച്ച് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ച പ്രേരക ശക്തി നിങ്ങളോടുള്ള എന്റെ സ്നേഹമാണ്. അവർണ്ണനീയമായ ആ സ്നേഹത്തിന് ആരാധന എന്ന് പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പം കൂടെ ആഴത്തിൽ ഞാനത് മനസ്സിലാക്കി തരാം. മഹാദൈവം ആരാണെന്ന് മനുഷ്യന് മനസ്സിലാകാൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ദൈവം അങ്ങനെയാണെന്നല്ല. ദൈവം ദൈവത്വത്തിൽ മനുഷ്യനെ പരിചയപ്പെടുത്തിയാൽ പരിമിതനായ മനുഷ്യന് ദൈവത്തെ പിടികിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം മനുഷ്യൻ മനസ്സിലാക്കാൻ പരിമിതനായ മനുഷ്യന്റെ ഭാഷയിൽ അവന്റെ പരിമിതിയിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു പ്രയോഗമാണ് സ്വർഗം എന്റെ സിംഹാസനമാണ്. ഒരാമയും പറഞ്ഞെന്ന് പറ. ഭൂമി എന്റെ പാദപീഠമാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കാല് സ്വർഗത്തിൽ നിന്ന് നീണ്ട് ഇവിടം വരെ വരുന്നെന്നല്ല. അങ്ങനെ ഒരു നീളൻ കാല് ദൈവത്തിനില്ല. പിന്നെ പരിമിതനായ മനുഷ്യന് ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാകാൻ മനുഷ്യന്റെ ഭാഷയിൽ മനുഷ്യനും മനസ്സിലാകുന്നത് പോലെ ദൈവം തന്നെ പരിചയപ്പെടുത്തുകയാണ്. സ്വർഗം എന്റെ സിംഹാസനമാണ്, ഭൂമി എന്റെ പാദപീഠമാണ്. അതുകൊണ്ടാണ് ശലോമോൻ പറയുന്നത്, ദൈവമേ അങ്ങ് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങിയിരിക്കുന്നവനല്ല. അർത്ഥം, ഈ അഖിലാണ്ട കടാകത്തിന്റെ ഉടയവനായ ദൈവത്തെ എങ്ങും ഒതുക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നും ഒതുങ്ങുന്നവനുമല്ല നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവം. അങ്ങനാണെങ്കിൽ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങിയിരിക്കാത്ത, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായ ദൈവം ഏറ്റവും ഭാഗ്യവതിയായ കന്യക മറിയാമിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യ കുഞ്ഞായി തന്നെത്താൻ ഒതുങ്ങി. ഇന്ന് രാത്രി നമുക്ക് ചോദിക്കാം, ഈ അഖിലാണ്ട കടാകത്തിന്റെ ഉടയവനെ, ഈ ബ്രഹ്മാണ്ട കടാകത്തിന്റെ സൃഷ്ടാവേ, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങിയിരിക്കാത്ത മഹാദൈവമേ, ഏറ്റവും ഭാഗ്യവതിയായ കന്യക മറിയാമിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യ കുഞ്ഞായി എങ്ങനെ തന്നെത്താൻ ഒതുങ്ങാൻ അങ്ങയെ കൊണ്ട് കഴിഞ്ഞു? അതിനാഴകം ദേശത്തോട് ഇന്ന് രാത്രി കർത്താവിന് പറയാനുള്ള മറുപടി, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങിയിരിക്കാത്ത ഞാൻ ഏറ്റവും ഭാഗ്യവതിയായ കന്യക മറിയാമിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യ കുഞ്ഞായി ഒതുങ്ങിയതിന്റെ പേരാ നിന്നോടുള്ള എന്റെ സ്നേഹം. ആ സ്നേഹത്തിന് ആരാധന എന്ന് പറയാൻ മനസ്സുള്ളവർ കരമുയർത്തി ഒരിക്കൽ കൂടി രാത്രി ആർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതാണ് ദൈവത്തിന്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ ഒന്നാമത്തെ മേഖല.